കേരളത്തിലെ പോലെ തമിഴ്നാട്ടിലും ബി.ജെ.പി. അക്കൗണ്ട് ഇത്തവണ പൂട്ടിക്കുമെന്ന് കുളച്ചലിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി താരകെ കൈരളി ന്യൂസിനോട്. DMK ഭരണം തമിഴ്നാട്ടിൽ തുടരുമെന്നും താരകെ പറഞ്ഞു. തമിഴ്നാട് വെല്ലട്ടും സ്റ്റാലിൻ തുടരട്ടും, തമിഴ്നാട് വെല്ലട്ടും സ്റ്റാലിൻ തുടരട്ടും. വിളവങ്കോട് മണ്ഡലത്തിൽ ബൈ ഇലക്ഷനോട് വിജയിച്ച ആളാണ്. അതുകൊണ്ട് ജനകീയമായിട്ടുള്ളൊരു നേതാവാണെന്ന കാര്യത്തിൽ തർക്കമേയില്ല. മണ്ഡലത്തിൽ വിളവങ്കോട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായും ഈ മണ്ഡലത്തിലും ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഈ DMK സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഒക്കെ തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ട് അതാണ് എവിടെ പോയാലും. കാരണം ഇവിടെ ആദ്യം DMK ഭരണത്തിൽ കയറിയപ്പോഴത്തേക്ക് ആദ്യം അവർ കൊടുത്തത് സ്ത്രീകൾക്ക് ദാറ്റ് മീൻസ് ഫ്രീ ബസ് സർവീസസ് ആണ് പറഞ്ഞത്. അതുപോലെ വിടരുത്. അത് കഴിഞ്ഞിട്ട് 1000 രൂപ എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും കൊടുക്കും എന്നുള്ളത് പറഞ്ഞത് അതിവിടെ ചെയ്തിട്ടുണ്ട്. സോ എവിടെ പോയാലും ഈ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ജനങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ എഡ്യൂക്കേഷൻസ് ലോൺ ഹാസ് ബീൻ വേവ്ഡ് ഓഫ്, അത് ചെയ്തിട്ടുണ്ട്. ഈവൻ ADMK പോലും ഇന്ന് ഞങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം. BJP നരേന്ദ്രമോദി ഇവിടെ വന്നു വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അവർ പറയുന്നത് തമിഴ്നാട് BJP പിടിക്കുമെന്നാണ്. എങ്ങനെയാണ്? ഉറപ്പായിട്ടും ഇവിടെ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും ഉള്ളിടത്തോളം കാലം ഒരു BJPയും ഇവിടെ ഭരണം പിടിക്കാൻ പോകണമില്ല. അത് ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കത്തില്ല. എങ്ങനെ കേരളത്തിൽ BJP ഒരു MLA പോലും കിട്ടാതെ ഇരുന്നു, അതേ സ്ഥാനമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. നോ BJP can come or enter into തമിഴ്നാട്. വലിയ ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി പറയുന്നത്. എങ്ങനെയാണ്? അതെ, ശരി തന്നെ. ഉറപ്പാണ്. തീർച്ചയായിട്ടും BJP എൻ്റർ ആവാൻ വിടില്ല. ജനാധിപത്യ കക്ഷികളെല്ലാം ഒന്നിച്ചു നിൽക്കും. സ്റ്റാലിൻ തുടരട്ടും, തമിഴ്നാട് വെല്ലട്ടും. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ തമിഴ്നാട്ടിന്റെ മതേതര രാഷ്ട്രീയ പാരമ്പര്യം നിലനിൽക്കും. കുളച്ചലിൽ ഇന്ത്യ സഖ്യം വിജയിക്കും. പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് ഈ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും. ക്യാമറമാൻ ബിച്ചു പോച്ചനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്.